നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി. മാധ്യമങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും പരാതിക്കാരിയായ നടി അറിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കീർത്തി മോഹൻ നമ്മളോടൊപ്പം ചേരുന്നു. കീർത്തി, കേരള സമൂഹത്തിൽ വളരെയധികം ചർച്ചയായ വിഷയമാണ് ഈ നടിയുടെ പരാതി. ഇപ്പോൾ ആ ഒരു പരാതിയിൽ നിന്നും പിന്മാറുന്നു എന്നാണ് നടി അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ പിന്തുണ നൽകിയില്ല എന്നൊരു വാദവും അവർ പറയുന്നുണ്ട്. സിന്ധൂരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ നടി പരാതി നൽകുന്നത്. അതിനു മുന്നേ തന്നെ മാധ്യമങ്ങളോട് ഈ നടി മുൻപ് നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 4 പ്രമുഖ നടന്മാർക്കെതിരെയും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും ഒപ്പം മറ്റ് 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയുമായിരുന്നു ഈ നടി പരാതി നൽകിയത്. തനിക്ക് ഓരോ നടന്മാരിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ നടി മാധ്യമങ്ങളോട് പറയും. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി ഓരോ കേസായി രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കേസ് കോടതിക്ക് മുന്നിൽ വരികയും ഈ പ്രമുഖ നടന്മാർ ഈ കേസിൽ ഉൾപ്പെട്ട നടന്മാർക്ക് മുൻകൂർ ജാമ്യം നൽകുകയും ഒക്കെ തന്നെ ചെയ്തത്. കാരണം ഈ കേസിലെ വസ്തുതയെ സംബന്ധിച്ചുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തെളിവുകളുടെ അഭാവവും ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. അതുകൊണ്ട് തെളിവുകളുടെ ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായ സംഭവമാണ് ഈ നടിക്കെതിരെ ഈ നടിയുടെ ബന്ധു തന്നെ പരാതി നൽകുന്നത്. തന്നെയും ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഈ നടി ഇരയാക്കി എന്ന ഈ നടിയുടെ ബന്ധു പരാതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നടി പറയുന്നത് പരാതികൾ പിൻവലിക്കുകയാണ്. തനിക്ക് പ്രധാന പ്രതീക്ഷ അർപ്പിച്ച ആരിൽ നിന്നും പിന്തുണ ലഭിച്ചില്ല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ തന്നെ ഇമെയിൽ അയക്കുമെന്നും നടി പറഞ്ഞു. തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥയും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നാണ് നടി പറയുന്നത്. അങ്ങനെ വലിയൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് താൻ പ്രതീക്ഷ അർപ്പിച്ച ആരിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിച്ചില്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയക്കാൻ ഈ നടി തീരുമാനിച്ചിരിക്കുന്നത്. സിന്ധൂരി. കീർത്തി, ഈ ഒരു നടിയുടെ ആദ്യ തീരുമാനം ആ ഒരു പരാതി നൽകിയ സമയത്ത് അവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ മറ്റും അവർ പറഞ്ഞത് സർക്കാരിലും നിയമത്തിലും കൃത്യമായ വിശ്വാസമുണ്ട്, അതിനടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ ആദ്യം വാദിച്ചിരുന്നത്. പിന്നീട് അവർക്കെതിരെ വന്നൊരു കേസാണോ ഇത്തരത്തിൽ അതിൻ്റെ ഇങ്ങനെ ഒരു പരാതി പിൻവലിക്കുന്നതിലേക്ക് അവരെ നയിച്ചിരിക്കുന്നത്? അത്തരത്തിലുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? സിന്ധൂരി, ഈ നടി 7 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചത്. പിന്നീട് അത് ഈ പ്രത്യേക അന്വേഷണ സംഘം എത്തി മൊഴി രേഖപ്പെടുത്തി പ്രത്യേക ഓരോ കേസുകളെ രജിസ്റ്റർ ചെയ്തതാണ്. പിന്നീട് ഈ നടന്മാരെ ചോദ്യം ചെയ്യുകയും നടന്മാരിൽ നിന്നും മൊഴി എടുക്കുകയും ഒപ്പം തന്നെ കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ഈ നടിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. പിന്നീടാണ് ഈ നടിക്കെതിരെ ഈ നടിയുടെ ബന്ധു തന്നെ പരാതിയുമായി എത്തിയത്. അതും ഒരു പോക്സോ കേസ് നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു ഈ നടിയുടെ ബന്ധുവിന്റെ ഭാഗത്ത് നിന്നും വന്നത്. ഇതും ഈ നടിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. എന്നാൽ ഇപ്പോൾ ഈ നടി പറയുന്നത് തനിക്ക് താൻ പ്രതീക്ഷ അർപ്പിച്ച ആരിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിച്ചില്ല. ഒപ്പം തന്നെ മാധ്യമങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചില്ല. മാധ്യമങ്ങളോടായിരുന്നു താൻ നേരിട്ട ദുരനുഭവങ്ങൾ ആദ്യം ഈ നടി പങ്കുവെച്ചത്. പിന്നീടാണ് പരാതിയായി നൽകിയത്. എന്നാൽ മാധ്യമങ്ങളിൽ പോലും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നടി ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയക്കാനാണ് ഈ നടിയുടെ തീരുമാനം. സിന്ധൂരി.